Hi friends, so this is our 14th lesson. Now this is lighter side of life. അല്പരസം ഇച്ചിരി തമാശ അല്പം ചിരിക്കാനൊരു ഭാഗം. That is the thing. Now this is a one-act play. One-act play എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏകാംഗ നാടകം. And this happens in a village in England. A village post office. ഗ്രാമം, ഇംഗ്ലണ്ടിലൊരു ഗ്രാമം, അവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു ദിവസം ക്രിസ്മസ് സീസണിൽ ക്രിസ്മസ് ദ ടൈം ഓഫ് ക്രിസ്മസ് സീസൺ വിസയാണ്, ക്രിസ്മസ് കാലം. ആ കാലത്ത് ഒരു വില്ലേജ് പോസ്റ്റ് ഓഫീസിൽ വില്ലേജ് ഓഫീസല്ല, വില്ലേജ് പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ഒരു കൊച്ചു കാര്യം, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സംഭവം. കാര്യം എന്താ? what is happening is a misunderstanding. A clock mistaken for a time bomb. So some people come there, about 10 of them. 5 of them are women and 5 of them are men. For example, we have got women characters, a young lady assistant. She is the manager. She is managing that post office. She is the postal assistant. So this is a young lady, her name is not given. Then Mrs. Smith, a person comes to buy stamp, some small little things for Christmas, no? Then Mrs. Jones, a fussy old lady, three behla ka srishtikkunnu. That is called a fussy old lady. Then Mrs. Higgins, there is another person, Mrs. Higgins. And then we have got Sam, 5 men characters. Sam, a deaf old gentleman. His name is Sam, but he is deaf and he is old. He comes there to take his pension. Farmer Brown, there is another person, a farmer, a Krishikaran, very brown. Then Bertie, son of Mrs. Higgins. Here we have got Mrs. Higgins. Here it is Bertie, the name of the son of Mrs. Higgins. And you have got a foreign tourist and a policeman. 10 പേരടങ്ങുന്ന 10 ക്യാരക്ടേഴ്സ്, വിവിധ തരത്തിലുള്ള സ്വഭാവമുള്ള 10 പേര് ഒരു ദിവസം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു വില്ലേജ് പോസ്റ്റ് ഓഫീസിൽ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ വിഷയം. That is very simple. We have been thinking about empowerment, dangers of drug abuse, lots of things, harmony and all those things. Now that is human relationship. Big things we were thinking and we were studying. But now this is very simple. Toward the end of this our program, we have got something to laugh. Okay. Now here I told you a clock mistaken for a time bomb. ഒരു ക്ലോക്ക് ടിക് വെക്കുന്നു ഒരു പാഴ്സലിനകത്ത്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും കൂടെ പറഞ്ഞു ഇത് ടൈം ബോംബാണ്. അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഡിഫ്യൂസ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്ന അവർ ചെയ്യുന്ന പണി ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് തിടുക എന്നുള്ളതാണ്. So that is the way that they are trying to diffuse it. And you have got the 10 characters, 5 of them female and 5 of them male. And now you can see a tourist and 9 blundering idiots. A tourist ബാക്കി 9 പേരെയും ഒന്നിച്ച് വിളിക്കുന്നതാണ്, ഒരു കളക്റ്റീവ് നോമിൻ പോലെ വിളിക്കുകയാണ് ബ്ലണ്ടറിങ് ഇഡിയറ്റ്സ്. ഇപ്പോൾ ബ്ലണ്ടറിങ് എന്ന് പറയാറ്, ബ്ലണ്ടർ കാണിക്കുക എന്ന് പറയാറ് ഓരോ നമ്മളെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുക. തെറ്റെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല ബ്ലണ്ടർ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മൾ തെന്നി വീഴുന്നു, അതൊരു ക്യാൻസർ ബ്ലണ്ടർ. ബിക്കോസ് നമ്മൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് തെന്നി വീഴും, അതൊരു ബ്ലണ്ടർ എന്നാണ് പറയാം. എന്ന് പറയാത്ത ഒരു സിമ്പിൾ തിങ്, ബ്ലണ്ടറിങ് ഇഡിയറ്റ്സ്. ഇവർ ഈ 9 പേരും ടൂറിസ്റ്റ് പറയുന്നത്, ഇവർ 9 പേര് ഇഡിയറ്റ്സ് ആണ്. അവർ ബ്ലണ്ടറിങ് ഇഡിയറ്റ്സ് ആണ്. മീൻസ് ബോധമില്ലാത്തവന്മാർ, അങ്ങനെയാണ് ബ്ലണ്ടറിങ്. ബോധമില്ലാത്ത 9 ഇഡിയറ്റുകൾ, അവരുടെ ഒരു കഥയാണ്. അവരെ ചുറ്റിപ്പറ്റിയുള്ളൊരു
കഥയാണിത്. ക്രിസ്മസ് ആണ് സീസൺ. ഇപ്പോൾ സ്ഥലം വില്ലേജ് പോസ്റ്റ് ഓഫീസാണ്. അവിടെ ഒരു ലേഡി അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പം ഇവരൊക്കെയാണ് അവിടെ വരുന്നത്. ദീസ് ആർ ദ ക്യാരക്ടേഴ്സ്. So then what happens is that a morning and the village, the postal assistant, she says that all the people here are very funny, and now one after another they come and then Farmer Brown says that there is a report, the newspaper, that in some London post office they found a time bomb in a parcel. പലരും അവിടെ വരുന്നുണ്ട്. അതിനകത്ത് ഈ ഫാർമർ ബ്രൗൺ പറയുന്ന ഒരു റിപ്പോർട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണ് അവരുടെ ഇടയിരുന്നപ്പം. അതായത് ലണ്ടൻ പോസ്റ്റ് ഓഫീസിൽ, ഏതോ ലണ്ടനിലുള്ളൊരു പോസ്റ്റ് ഓഫീസിൽ ഒരു ടൈം ബോം ആരോ ഈ ക്രിസ്മസ് സീസണിൽ ടൈം ബോം ഒരു പാഴ്സലിനകത്ത് വെച്ച് അത് ബുക്ക് ചെയ്യാൻ വന്നു. അത് അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ടൈം ബോം കൊണ്ട് വെച്ച് പേടിപ്പിക്കുന്നൊരു കാര്യം പറയും. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു ഫോറിൻ ടൂറിസ്റ്റ് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന വളരെ നല്ലൊരു ക്ലോക്ക്, അത് പാഴ്സലായിട്ട് ഒരു ഫ്രണ്ടിന് അയക്കാനായിരിക്കണം. വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം അതെല്ലാം പാക്കൊക്കെ ചെയ്തിട്ട് പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, ഇതിന് കേടൊന്നും വരികയല്ലോ. എന്നാൽ വൈ ഈസ് ആസ്കിങ് ലൈക്ക് ദിസ്, ബിക്കോസ് there is a board in the post office, the board post early for Christmas. ആ ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പോസ്റ്റ് early for Christmas എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ ക്രിസ്മസ് കാർഡ്, പ്രസൻറ്റ്, അതുപോലെ തന്നെ പാഴ്സൽ, ഇതൊക്കെ നേരത്തെ അയക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് തലേ ദിവസം ക്രിസ്മസ് ഈവ് 24-ാം തീയതി, ഡിസംബർ 24-ാം തീയതി ഒന്ന് ബുക്ക് ചെയ്ത് ചിലപ്പം റഷ് ഉണ്ടാവും. ആ റഷിൽപ്പെട്ട് ചിലപ്പം നിങ്ങളുടെ നല്ല വാല്യുബിൾ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ടാണ് പോസ്റ്റ് early for Christmas. But tourist I couldn't do that. I'm all the way from Switzerland and I want to send this as a present. This is a parcel, and he doesn't reveal what is it. So he comes there, takes off his gloves. They are wearing gloves. Christmas, it is winter season now. So he takes off the gloves and then he asks the postal assistant all about the parcel, and he says that you should take special care. പ്രത്യേക ഇത് കെയർ എടുക്കണം, ഇത് വളരെ വാല്യുബിൾ സാധനമാണ്, ഇത് നഷ്ടപ്പെടാതെ പൊട്ടാതെ ഇത് ചെല്ലേണ്ടടുത്ത് ചെല്ലുവോ, ഇന്ന് ചെല്ലുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒത്തിരി അതിനകത്ത് ഒത്തിരി താല്പര്യം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ he books that, and afterwards he goes from there without taking the gloves. ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി, കൈയോളം ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഈ തണുപ്പ് കാലത്ത് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വരണ്ട് പോകാതിരിക്കാൻ നമ്മളിടുന്ന ഒരു ഉറയുണ്ട്, കയ്യിൽ ഇടുന്നൊരു ഉറ, അതാണ്. അത് പുള്ളി മറന്നുപോയി, അദ്ദേഹം മറന്നു പോകുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴത്തും ഫാർമറുടെ റിപ്പോർട്ടുണ്ടല്ലോ, റിപ്പോർട്ട് വെച്ച് ഇവർ ടിക് 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 ക്ലോക്കാണ് ടിക്ക് ചെയ്തത്. അപ്പോൾ അവരെല്ലാം തീരുമാനിച്ചു, ബ്ലണ്ടറിങ് ഇഡിയറ്റ്സ് there. All of them, they came to the conclusion that in that parcel there is a time bomb, because they have heard that the time bomb will tick. So the sound is heard, tick tick tick. That is a clock, very valuable clock, very costly clock, a valuable present, a costly clock that he bought for his friend, and he wanted to send it as a parcel, a Christmas present. Then tick tick. Then Farmer Brown, who brought this news about the time bomb in one of the London post offices, says that this is a time bomb. So they are all afraid. They become panicky. Panicky എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വട്ടുപിടിച്ചാൽ അങ്ങോട്ട് ഓടാനൊക്കെ തുടങ്ങും. ബോംബ് പൊട്ടാൻ പോലെ. സോ എവിടെയെങ്കിലും ഹൈഡ് ചെയ്യണം, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാം കൂടെ ബഹളം കൂട്ടുമ്പോൾ പറയുന്നത് വിൽ കോൾ എ പോലീസ്മാൻ. സോ ദ പോലീസ്മാൻ ഇസ് ബ്രോട്ട് ഇൻ. ദ പോലീസ്മാൻ അയാൾ തന്നെ പറഞ്ഞു ടിക് ടിക്, ഇത് ടൈം ബോംബ് തന്നെ. ഹി ഓൾസോ സേസ് ദാറ്റ് ദിസ് ടൈം ബോംബ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് അടിച്ച് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിനകത്തോട്ട് എറിയാനായിട്ട് വരുവും ഫോറിൻ ടൂറിസ്റ്റ് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട്
അദ്ദേഹം വന്നപ്പം ഇവരെ എല്ലാം എടുത്തിട്ട് ചാടിക്കുന്നു. യു ഫൂൾസ്, യു ഇഡിയറ്റ്സ് എന്നൊക്കെ ഒത്തിരി പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ നിമിഷതരം കൊണ്ട് ഇവരിത് വലിച്ച് ബക്കറ്റിന് വെള്ളത്തിനകത്തിട്ടു. ഇയാൾക്ക് സങ്കടം വരുന്നു, വിഷമം വരുന്നു, ഇയാൾക്ക് അരിശം വരുന്നു. ഇതെല്ലാം കൂടെ കൂടി വന്നിട്ട് ഇയാൾ പറഞ്ഞു, ഐ വിൽ സ്യൂ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു. അതുപോലെ ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഓരോരുത്തർക്കും എതിരായിട്ട് കേസ് കൊടുക്കാൻ പോകുന്നു. എന്നാ പണിയാ നിങ്ങൾ? യു ആർ ഓൾ ബ്ലണ്ടറിങ് ഇഡിയറ്റ്സ്, all of you, including the policeman. See that? And he gets angry and he vows. അവൻ തീരുമാനിക്കുകയാണ്, ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോകാന്ന് പറയും. ലേഡി അസിസ്റ്റന്റ്, our postal assistant, very young, smart lady. She says that throughout the play you can see she behaves in a very nice manner. Some old deaf gentleman comes. She treats him well with everyone. It's a fussy old lady, Mrs. Higgins, and then Bertie, with everyone. She is so friendly and ready to do anything for them. So she is ready to service. She always asks, what can I do for you? Can I help you? Such a good lady. She says, I don't want to work here anymore. I am going to an animal clinic because the animals are much better than you people. So she is saying this, she leaves the post office and the foreign tourist leaves for the court of law to file complaint against these blundering idiots. ഇതെല്ലാം സിമ്പിൾ കാര്യമാണ്. ഇവരിങ്ങനെ വന്നു ചേരുന്നതും ഓരോരുത്തരും ഓരോ കാര്യം പറയുന്നതും അവരുടെ വീട്ടുകാര്യം പറയുന്നതും അവിടുത്തെ സമൂഹത്തിൻ്റെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും അവിടുത്തെ പെൻഷൻ വാങ്ങാൻ വരുന്നവരും. ഒരാൾ, one of them came to the post office for getting some medicine for her wounded cat. What do you say? That animal clinic. Post office is an animal clinic. But even with her, അങ്ങനെ സംശയിച്ച് വരുന്ന ആ സ്ത്രീയോടും പോസ്റ്റൽ അസിസ്റ്റന്റ് വളരെ കൈൻഡായിട്ട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറും. So you can see the postal assistant is so nice a lady. Towards the end of this she says, oh, these people, these funny people, animals are better than these people, so I am going to work in an animal clinic from next year onwards, saying that she goes. This is the outline, the story outline. That's so simple, isn't it? And now you have got the story. A village post office in England, 10 funny people, 5 women and 5 men visit the post office during the Christmas season for buying stamps, posting cards, booking parcels and such other Christmas related activities. The village post office ആണ് അവിടെ ഇങ്ങനെ വരുന്നു. Then what happens is that is a related activity. Farmer Brown wants the assistance of time bombs in parcels. A foreign tourist comes to book a parcel. While leaving, he forgets to take his gloves. The funny people here, funny people, that is inverted commas, this is how the postal assistant considers these people. According to her, all these people in that village are funny people. Yes. Then the funny people hear a tick tick sound from the parcel. All of them are convinced. Convinced means they are sure. They are sure, convinced that it is a time bomb. They make elaborate preparations to defuse it. A policeman is brought in. They throw the parcel in a bucket of water. The tourist returns to pick up his gloves. He is wonderstruck at the foolish act of the funny people. He threatens to sue them, means file a suit against them. It is a costly clock that he brought in all the way from Switzerland. The assistant leaves her job to work at an animal dispensary. This is the brief outline. This is a story. From tomorrow onwards, we will take up character by character or incident by incident, and we will have a detailed study of this one-act play. Hope you have enjoyed and you have followed
the outline of the story, and also you are anxious to meet all these characters, that is 9 blundering idiots and a foreign tourist. And the point here is a mistaken identity, you can say, or a clock mistaken for a time bomb. The whole thing actually began with Farmer Brown, because he is the one who comes here and says that there is a report in the newspaper that in London, one of the post offices in London, they found a time bomb inside a parcel. So you should be careful, and with this all the problem comes up. I think that this you are very anxious to meet all the blundering idiots of this one-act play. So we will meet them from tomorrow onwards. Till then, bye. Have a nice day.